പാതിവില തട്ടിപ്പിൽ നിർണായക കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച്. അനന്തകൃഷ്ണൻ കമ്മീഷൻ കൈപ്പറ്റിയതിന്റെയും രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതിന്റെയും രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. 7.5 കോടി രൂപയാണ് കമ്മീഷനായി അനന്തകൃഷ്ണന് ലഭിച്ചത്. അതേസമയം തട്ടിപ്പിൽ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. കടവന്ത്രയിൽ അനന്തകൃഷ്ണന്റെ ഓഫീസിൽ ഇന്നും ക്രൈംബ്രാഞ്ച് പരിശോധനയുണ്ട്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, മാത്യു കുഴൽനാടന് പണം നൽകിയത്, അതായത് ബാങ്ക് അക്കൗണ്ടിലൂടെ പണം നൽകി എന്നതിന്റെ ഒരു തെളിവുമില്ല എന്നതാണോ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം? രാഷ്ട്രീയ നേതാക്കൾക്ക് പക്ഷേ പണം നൽകിയതിന്റെ വിവരങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണോ? അനുജ, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നുണ്ട്. അതിൽ ഇപ്രകാരമാണ്: ഈ പാതിവില തട്ടിപ്പിൽ അനന്തകൃഷ്ണൻ തട്ടിപ്പ് പണത്തിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി എന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. അനന്തകൃഷ്ണന് 7,50,00,000 രൂപ കമ്മീഷനായി ലഭിച്ചു എന്നാണ് പറയുന്നത്. അത് ഒരു സ്കൂട്ടറിന് ഇത്ര രൂപ എന്ന രീതിയിൽ തുക നിശ്ചയിച്ചാണ് അയാൾക്ക് കമ്മീഷൻ നൽകിയിരുന്നത്. കമ്മീഷൻ പണം അനന്തകൃഷ്ണൻ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം അനന്തകൃഷ്ണൻ രാഷ്ട്രീയ നേതാക്കൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി പണം നൽകിയതിന് തെളിവ് ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കിട്ടിക്കഴിഞ്ഞു. അക്കൗണ്ട് വഴി പണം നൽകിയതിൻ്റെ രേഖകൾ, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇടുക്കിയിലെ കോൺഗ്രസിന്റെയും CPIM-ന്റെയും നേതാക്കൾക്ക് നൽകിയ തുക അത് ഈ കമ്മീഷൻ പണത്തിൽ നിന്നാണ് നൽകിയത് എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. അത് ഈ ഘട്ടത്തിൽ അവർ കുറേയധികം പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ അത് ഈ ബാങ്ക് അക്കൗണ്ട് വഴി പണം നൽകിയവരുടെ, അത് കൈപ്പറ്റിയവരുടെ വിവരങ്ങളാണ്. അതിനപ്പുറത്തേക്കുള്ള ആളുകളുടെ കുറിച്ചുള്ള മൊഴികൾ ഇതിനോടകം അനന്തകൃഷ്ണൻ നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ വേരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇന്നും കടവന്ത്രയിലെ ഓഫീസിൽ റെയ്ഡ് തുടരുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതിൽ ഉള്ളത് മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ടാണ്. മാത്യു കുഴൽനാടൻ പണം കൈപ്പറ്റി എന്നൊരാക്ഷേപം ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് പറയുന്നത് മാത്യു കുഴൽനാടൻ ബാങ്ക് അക്കൗണ്ട് വഴി പണം കൈപ്പറ്റി എന്നത് തെളിയിക്കുന്ന രേഖകൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബാങ്ക് അക്കൗണ്ട് വഴി ഏതെങ്കിലും തരത്തിൽ പണം കൈപ്പറ്റിയെങ്കിൽ അത് ഇതിനോടകം തന്നെ ഈ പരിശോധനയിൽ കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ ഒരു കണ്ടെത്തൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിലുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. പക്ഷേ നിലവിൽ രേഖാമൂലം ഒരു തെളിവ് മാത്യു കുഴൽനാടനെതിരെ ഇല്ല. ശരി, പാതിവില തട്ടിപ്പിൽ ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്യു കുഴൽനാടൻ പണം കൈപ്പറ്റിയിട്ടില്ല, അതിന്റെ ഒരു തെളിവും ക്രൈംബ്രാഞ്ചിന് നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റു ചില രാഷ്ട്രീയ നേതാക്കൾക്ക് പണം ലഭിച്ചതിന്റെ വിശദാംശങ്ങളടക്കം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നും ഓഫീസിൽ, അനന്തകൃഷ്ണൻ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന തുടരുകയാണ്.